ഹായ്, നമ്മൾ നാഷണൽ ഹൈവേ 66-ൻ്റെ മുകളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് അനുഭവിച്ചാണ്. നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് മഴ പെയ്യുമ്പോൾ തൊട്ടടുത്തൂടെ പോണ വാഹനങ്ങളിലുള്ള വെള്ളം, റോഡ് കിടക്കുന്ന വെള്ളം മുഴുവൻ നമ്മളെ മേലേക്ക് തീർപ്പിക്കും. അപ്പോൾ ടൂ വീലറായാലും ശരി, ഏത് വാഹനം ഇടത്തെ ഭാഗത്തൂടെ കയറിയിട്ടും പല രീതിയിൽ വെള്ളം നമ്മളെ മേലേക്ക് തീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണെന്ന് വെച്ചാൽ ഹൈവേമിൽ ഫുള്ള് വെള്ളമായിരിക്കും. അതിന് ഡ്രെയിനേജ് ചില സ്ഥലത്ത് വേണ്ടത്ര ഡ്രെയിനേജ് ഇല്ല, അത് സർവീസ് റോഡിലേക്ക് ഇറക്കി വിടുകയാണ്. ആ വീഡിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം, എന്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാവുന്നതെന്നുള്ളത്. നാഷണൽ ഹൈവേ 66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡുമത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ ഹൈവേമിലൊക്കെ ചിലപ്പം ഒരുപാട് വെള്ളം ഉണ്ടാവും, വണ്ടി പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ. അപ്പോൾ അതിന് കാരണം ഈ പൈപ്പ് സർവീസ് റോഡിലേക്ക് ഇട്ട പൈപ്പാണ്. ഈ പൈപ്പുകളൊക്കെ ബെൻഡായി കിടക്കുകയാണ്, അമർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിനുള്ളിൽ കൂടെ കുറഞ്ഞ ഇതിലോ വെള്ളം വരുള്ളൂ. എന്തെങ്കിലും ഒരു ചെറിയൊരു കടലാസ് എന്താ ഉണ്ടെങ്കിൽ ബ്ലോക്കായി പോകും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലുതാക്കിയാലേ ഉള്ളൂ ഈ വെള്ളം പോണത് ഒഴുക്ക് ശരിയായ രീതിയിൽ ഉണ്ടാവുള്ളൂ. അതുമല്ല, സർവീസ് റോഡിലേക്ക് ഡ്രെയിനേജിലേക്ക് കണക്ട് ചെയ്യുമാണ് ഈ ഗ്യാപ്പ്. ഇല്ലാഞ്ഞാൽ നമ്മൾ മഴയത്ത് കോട്ടിട്ട് പോകേണ്ട അവസ്ഥയാവും. നടന്നു പോണവർ വരെ കോട്ടിട്ട് പോകേണ്ടി വരും. സംഭവം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ ഒന്ന് എത്തട്ടെ, എന്തെങ്കിലും പരിഹാരം വരികയായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.